ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകൾ അനുയോജ്യമല്ല. ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും. സോഷ്യൽ മീഡിയകൾ വഴിയും ധനകാര്യ വാർത്താ പ്രസിദ്ധീകരണങ്ങൾ വഴിയും മ്യൂച്വൽ ഫണ്ടുകൾ വഴി കോടികൾ വാരികൂട്ടാനുള്ള ആശയങ്ങളെയും അനുവർത്തിക്കേണ്ട രീതികളെയും കുറിച്ചെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ആർക്കാണേലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ തോന്നുന്നത് സ്വാഭാവികം മാത്രം. മ്യൂച്വൽ ഫണ്ടുകൾ പലർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വഴിയൊരുക്കുന്ന ഒരു മികച്ച നിക്ഷേപ ഉപകരണമാണ്. എന്നാൽ എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടുകൾ അനുയോജ്യമാണോ? ഈ ചോദ്യത്തിന് ഒരു നിശ്ചിത ഉത്തരമില്ലെങ്കിലും ചില വിഭാഗത്തിന് മ്യൂച്വൽ ഫണ്ടുകൾ തികച്ചും അനുയോജ്യമല്ലെന്ന് നിസ്സംശയം പറയാം. മ്യൂച്വൽ ഫണ്ടുകൾ വിവിധ കമ്പനികളുടെ ഓഹരികളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്ന ഒരു പോർട്ട്ഫോളിയോയാണ്. ഒരു ഫണ്ട് മാനേജർ ഈ നിക്ഷേപങ്ങൾ നിർവഹിക്കുകയും ഫണ്ടിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു ദീർഘകാല നിക്ഷേപമാണ്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ സഹിക്കാനുള്ള മനസ്സും ക്ഷമയും ആവശ്യമാണ്. ഇനി നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ടുകൾ അത്ര അനുയോജ്യമല്ലാത്ത ചില വിഭാഗങ്ങളെ. 1. ഹ്രസ്വകാല ലാഭം പ്രതീക്ഷിക്കുന്നവർ. എത്രയും വേഗം പണം ഇരട്ടിയാക്കണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്കുള്ള വഴിയല്ല. മ്യൂച്വൽ ഫണ്ടുകൾ ദീർഘകാല നിക്ഷേപങ്ങളാണ്. 1 വർഷം 2 വർഷം കൊണ്ട് ഭാരിച്ച ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഒട്ടും അനുയോജ്യമല്ല. വിപണിയിൽ ഉയർച്ച താഴ്ചകൾ സംഭവിക്കാം. ചിലപ്പോൾ ദീർഘകാലത്തേക്ക് മാന്ദ്യം അനുഭവപ്പെടാം. ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടുകളിൽ യഥാർത്ഥ മൂല്യം പ്രതിഫലിക്കൂ. 2. ഉയർന്ന അപകട സാധ്യത സഹിക്കാൻ കഴിയാത്തവർ. മ്യൂച്വൽ ഫണ്ടുകളുടെ മൂല്യം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. വിപണി തകർന്നാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം കുറയാം. ഈ ചാഞ്ചാട്ടം നിങ്ങളെ അസ്വസ്ഥരാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് അനുയോജ്യമല്ല. അനുയോജ്യമായ മറ്റ് നിക്ഷേപ മാർഗങ്ങൾ തിരയുന്നതായിരിക്കും ഉചിതം. 3. കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തവർ. എപ്പോഴെങ്കിലും പണം വേണ്ടിവന്നാൽ എടുത്തോളാം എന്നുള്ളൊരു മനോഭാവമുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ അത്ര അനുയോജ്യമല്ല. നിങ്ങളുടെ പണം എപ്പോൾ ആവശ്യമാണ്? റിട്ടയർമെന്റിന്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, വീട് വാങ്ങാൻ എന്നിങ്ങനെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വ്യക്തമായ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. 4. സ്വന്തമായി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ. നിങ്ങൾക്ക് ഓഹരികളിലും ബോണ്ടുകളിലും നേരിട്ട് നിക്ഷേപിക്കാൻ അറിയാം. നിങ്ങൾക്ക് വിപണി വിശകലനം ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ അത്ര ആവശ്യമുള്ള ഒന്നല്ല. എന്നാൽ ഓർക്കുക, സ്വയം നിക്ഷേപം നടത്തുന്നത് അത്യന്തം റിസ്ക് നിറഞ്ഞതാണ്. 5. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കണ്ടു ഭയക്കുന്നവർ. ദിവസേനയുള്ള വിപണി വാർത്തകൾ നിങ്ങളെ ടെൻഷനിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൂല്യം കുറയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് അനുയോജ്യമല്ല. മ്യൂച്വൽ ഫണ്ടുകളുടെ മൂല്യം വിപണി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് സാധാരണമാണ്. എന്നാൽ ഈ ചാഞ്ചാട്ടങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാല നിക്ഷേപം നടത്താൻ പ്രയാസമായിരിക്കും. 6. 20% കൂടുതൽ വാർഷിക വളർച്ച അഥവാ CAGR പ്രതീക്ഷിക്കുന്നവർ. മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണയായി രാജ്യത്തിന്റെ നോമിനൽ GDP വളർച്ചയുടെ നിരക്കിൽ നേട്ടം നൽകുന്നു. ഇന്ത്യയിൽ ഇത് സാധാരണയായി 12 മുതൽ 14% വരെ റേഞ്ചിലാണ്. 20% കൂടുതലായ ഒരു നിരന്തര സംയുക്ത വാർഷിക വളർച്ച അഥവാ കമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യപരമല്ല. 7. വേഗത്തിൽ ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവർ. മ്യൂച്വൽ ഫണ്ടുകൾ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന നിക്ഷേപ ഉപകരണങ്ങളാണ്. 2-3 വർഷത്തിനുള്ളിൽ വൻ ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് ശരിയായ മാർഗമല്ല. ചില സമയങ്ങളിൽ വിപണി വർഷങ്ങളോളം സ്ഥിരതയിൽ നിന്നേക്കാം. ചുരുങ്ങിയത് 5 മുതൽ മുകളിലേക്കുള്ള വർഷങ്ങളിലേക്ക് നിക്ഷേപം നടത്താൻ കഴിയാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട് ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. 8. വളരും വരെ കാത്തിരിക്കാൻ കഴിയാത്തവർക്ക്. മ്യൂച്വൽ ഫണ്ടുകൾ വളരാൻ സമയമെടുക്കുന്നു. കമ്പനികളുടെ വളർച്ച, വിൽപ്പന, ലാഭം എന്നിവയിലൂടെ മാത്രമാണ് ഫണ്ടുകളുടെ മൂല്യം ഉയരുന്നത്. ഇത് മായ രീതിയിൽ വളരുന്നില്ല. ദീർഘകാല കാത്തിരിപ്പ് ആവശ്യമായ ഒരു സംവിധാനമാണിത്. ആയതിനാൽ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കരുത്. 9 ലക്ഷ്യങ്ങളില്ലാത്തവർ. എല്ലാവരും നിക്ഷേപിക്കുന്നു, എന്നാൽ ഞാനും എന്തെങ്കിലും നിക്ഷേപിക്കണം എന്നുള്ളൊരു മനോഭാവത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് അപകടകരമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക. റിട്ടയർമെന്റ് ഫണ്ടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട് വാങ്ങൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ഒരു ലക്ഷ്യവുമില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഗോളെങ്കിലും സെറ്റ് ചെയ്യുക. 10 മീഡിയ വാർത്തകൾ കേട്ട് നിക്ഷേപിക്കുന്നവർ. ഇപ്പോൾ ഏത് ഫണ്ടാണ് ഹോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി മാധ്യമങ്ങളെ ആശ്രയിക്കരുത്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഹോട്ട് ഫണ്ടുകളുടെ പ്രകടനം താൽക്കാലിക പ്രവണത മാത്രമായിരിക്കും. 11 സുഹൃത്തുക്കൾ, ഫാമിലി, ഫ്രണ്ട്സ് എന്നിവരുടെ ഉപദേശം മാത്രം കേട്ട് നിക്ഷേപിക്കുന്നവർ. സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ വേണ്ടപ്പെട്ട ചില ഫാമിലി ഫ്രണ്ട്സിന്റെയും നിർദ്ദേശത്തെ മാത്രം ആശ്രയിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് പാടില്ല. വ്യക്തിഗത ആവശ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുയോജ്യമായ നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഒരുപോലെയല്ല. അവ വ്യത്യസ്തങ്ങളാണ്. പണത്തിന്റെ മൂല്യശോഷണം അഥവാ ഇൻഫ്ലേഷൻ നിൽ വിശ്വാസമില്ലാത്തവർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം
പണത്തിന്റെ മൂല്യം ദീർഘകാലത്തേക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഓരോ വർഷവും 7% വരെ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇൻഫ്ലേഷൻ നിങ്ങളുടെ പണത്തെ കാർന്നു തിന്നുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് അനുയോജ്യമല്ല. മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പെടുന്നുവെങ്കിൽ ആലോചിക്കുക, മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് അനുയോജ്യമോയെന്ന്. മാറുക. അനുയോജ്യമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു സാമ്പത്തിക ഭാവിക്കു വേണ്ടി നിക്ഷേപം തുടരുക. അതായിരിക്കും ഉചിതമായ തീരുമാനം. Disclaimer: This information is for general knowledge and informational purposes only, not a financial advice. It's always recommended to consult a financial advisor before making any investment decisions.